ഫ്രണ്ട്സ്, എല്ലാ വർഷവും ന്യൂ ഇയർ വരും. ആൻഡ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളെല്ലാവരും ഒരുപാട് ഗോൾസ് സെറ്റ് ചെയ്യും. ഞാൻ രാവിലെ നേരത്തെ എണീക്കും, ജിമ്മിൽ പോകും, പുതിയ സ്കിൽസ് ലേൺ ചെയ്യും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കും. ബട്ട് ഇതിന് മുന്നേയും നിങ്ങൾ ഇതുപോലെ ഒരുപാട് പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അതുപോലെ ഫോളോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നോ എന്ന്. ഭൂരിഭാഗം ആളുകളുടെയും ആൻസർ എന്നുള്ളത് നോ എന്നായിരിക്കും. കാരണം അത് ചെയ്യാൻ നിങ്ങൾക്ക് ഡിസിപ്ലിൻ, ഫോക്കസ്, കൺസിസ്റ്റൻസി ഇതൊക്കെ ആവശ്യമാണ്. എന്നാൽ ഈ ഒരു ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞ ലോകത്തിൽ ഇത് ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ പലരുടെയും ലൈഫ് നന്നായിട്ട് പോകുന്നുണ്ടായിരിക്കില്ല. നോട്ട് ഇൻ ഹെൽത്ത് വൈസ്, നോട്ട് ഇൻ വെൽത്ത് വൈസ്. ഓരോ കാര്യത്തെ പറ്റിയും ഒരുപാട് ടെൻഷൻ നിങ്ങളിലുണ്ടായിരിക്കും. ഒന്നും ലൈഫിൽ ശരിയായിട്ട് പോകുന്നുണ്ടായിരിക്കില്ല. സോ ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെങ്കിലും ശരി, ഇത് നിങ്ങളുടെ ലൈഫിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള സമയമാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ മോങ്ക് മോഡ് ഓൺ ആക്കാനുള്ള സമയമാണ്. സോ ഈ ഒരു മോങ്ക് മോഡ് എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു സന്യാസി തൻ്റെ ലൈഫിൽ ഭൗതികമായിട്ടുള്ള എല്ലാ സുഖങ്ങളെയും ത്യാഗം ചെയ്ത് തൻ്റെ മുഴുവൻ ശ്രദ്ധയും ധ്യാനത്തിലേക്ക് അർപ്പിക്കുന്നത്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും അകറ്റി ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് ഇനി മുതൽ ഫോളോ ചെയ്യണം. ഇത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 21 ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം 6 മാസത്തേക്ക് ഫോളോ ചെയ്യണം. അപ്പോൾ ഈ ഒരു മോങ്ക് മോഡിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മോങ്ക് മോഡിൽ നിങ്ങൾ കുറച്ച് കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ സാധിക്കില്ല. സോ ഈ ഒരു മോങ്ക് മോഡിൽ നമ്മൾ എന്തൊക്കെ റൂട്ടീൻ ഫോളോ ചെയ്യണമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, റൂട്ടീൻ ആരംഭിക്കുന്നത് മോർണിംഗിൽ നിന്നാണ്. നിങ്ങളിവിടെ 3 മണി 4 മണിക്കൊന്നും എണീക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 5 മണി അല്ലെങ്കിൽ 6 മണിക്ക് എണീക്കാം. എന്നാൽ 8-9 മണി ആകാൻ പാടില്ല. ഫ്രണ്ട്സ്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 നിങ്ങളുടെ ബോഡി, 2 നിങ്ങളുടെ ബ്രെയിൻ. നിങ്ങളുടെ ബോഡി മൈൻഡും ഓക്കെ ആണെങ്കിൽ അപ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കും. ഇനി ഇത് ഓക്കെ അല്ലെങ്കിൽ അപ്പോൾ ഒന്നും ഓക്കെ ആയിരിക്കില്ല. മോർണിംഗിൽ ഈ 2 കാര്യങ്ങൾ എല്ലാ മോങ്സും ചെയ്യും. സോ ഫസ്റ്റ്, നിങ്ങൾ നിങ്ങളുടെ മൈൻഡിന് വേണ്ടി ചെയ്യേണ്ടതാണ് മെഡിറ്റേഷൻ. രണ്ടാമതായിട്ട് നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി എക്സസൈസും ചെയ്യണം. 10 മിനിറ്റ് മെഡിറ്റേഷൻ ആൻഡ് അറ്റ്ലീസ്റ്റ് 20 മിനിറ്റെങ്കിലും ഡെയിലി എക്സസൈസും ചെയ്യണം. ഇപ്പോൾ ഈ 2 കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടേറിയതൊന്നും ആയിരിക്കില്ല. ബട്ട് ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ബിക്കോസ് ഒരേ കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് മാറാം, പെയിൻഫുൾ ആയിട്ടും മാറാം. ബട്ട് റിമെമ്പർ, പണക്കാരനാകുന്നതും എന്നാൽ പണക്കാരനാകണമെന്ന് വെറുതെ ചിന്തിക്കുന്നതും തമ്മിൽ ഒരുപാടധികം വ്യത്യാസമുണ്ട്. ദിവസവും രാവിലെ എണീറ്റ് ഈ 2 കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ആവശ്യമാണ്. ബട്ട് ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു ഓവർ തിങ്കിങ്, ടെൻഷൻ, സ്ട്രെസ്, അഡിക്ഷൻസ് ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ഒരുപാടധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു മാറ്റത്തിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, ഡിസിപ്ലിൻ, ഫോക്കസ്, കോൺസെൻട്രേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മൈൻഡ് പവർ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാൽ, മോങ്ക് മോഡിലായിരിക്കുമ്പോൾ നിങ്ങൾ ദിവസവും ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതിൽ മെഡിറ്റേഷൻ നിങ്ങളെ ഫോക്കസ്ഡ് ആൻഡ് കാമായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് എക്സസൈസ് നിങ്ങളെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ടും വയ്ക്കും. ഇനി നിങ്ങളുടെ മോർണിംഗ് റൂട്ടീൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങണം. 8 hours ഡീപ്പ് വർക്ക് സെക്ഷൻ വിത്ത് നോ ഡിസ്ട്രാക്ഷൻ. ഫ്രണ്ട്സ്, നിങ്ങളുടെ മുമ്പിൽ 2 പണക്കാരുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രത്തൻ ടാറ്റ സാർ, മറ്റൊന്ന് ഒരു ഗാങ്സ്റ്റർ ആയിട്ടുള്ള പണക്കാരൻ. സോ ഇതിൽ ആരെയായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? തീർച്ചയായിട്ടും രത്തൻ ടാറ്റ സാറേ ആയിരിക്കും, അല്ലേ? കാരണം നമ്മൾ ചിന്തിക്കുക എത്ര കാശ് സമ്പാദിച്ചു എന്നുള്ളതല്ല, അത് എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ നിങ്ങളൊരു വർക്ക് എത്ര നേരം ചെയ്യുന്നു ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ ഇമ്പോർട്ടൻ്റ് അത് നിങ്ങൾ എത്ര ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. മോങ്ക് മോഡിൽ നിങ്ങൾ ദിവസവും 8 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അതും മുഴുവൻ ഫോക്കസോട് കൂടി. ഫോക്കസ് നിങ്ങൾക്ക് എപ്പോൾ ലഭിക്കുമെന്നാൽ നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ആകാതെ ഇരിക്കുമ്പോഴാണ്. സോ ഈ ഒരു ഡീപ്പ് വർക്ക് സെക്ഷനിൽ നിങ്ങൾ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാൻ പാടില്ല, ആരെയും മീറ്റ് ചെയ്യാനും പാടില്ല. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് മാത്രം ചെയ്യുക, ഇനി വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് മാത്രം ചെയ്യുക. സോ നിങ്ങൾ ഓരോ ദിവസവും ഡിസ്ട്രാക്റ്റ് ആകാതെ 8 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളൊരു എക്സ്പേർട്ടായിട്ട് മാറും അടുത്ത 6 മാസത്തിൽ. ആൻഡ് മറ്റുള്ളവരെക്കാളും നിങ്ങൾക്ക് മുന്നേറി പോകാനും സാധിക്കും. ബട്ട് റിമെമ്പർ, നിങ്ങൾ യാതൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ഡീപ്പ് വർക്ക് ചെയ്യണം.
പക്ഷേ ഇവിടെ ചില ആളുകൾ ചിന്തിക്കും, എനിക്ക് വർക്ക് ചെയ്യാൻ ഒന്നുമില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന്. ഇതിനായിട്ടാണ് നമ്മളുടെ അടുത്ത പോയിന്റ് എന്നുള്ളത്, ഡിസൈഡ് യുവർ പർപ്പസ്. ഒരു വലിയ ലക്ഷ്യം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഇങ്ങനെയുള്ള കെമിക്കൽസ് റിലീസാകും. ഇത് നിങ്ങളെ ഹാപ്പിനെസ്സോട് കൂടി ഹാർഡ് വർക്ക് ചെയ്യാനും പ്രേരിപ്പിക്കും. ബട്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രേറ്റ് പർപ്പസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കാത്ത ആ ഒരു സ്ഥലത്തേക്കായിരിക്കും നിങ്ങളെ കൊണ്ടുപോവുക. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് യാതൊരു പർപ്പസും ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. ഈ ഒരു എംപ്റ്റിനെസ് ഫില്ല് ചെയ്യാൻ 99% ആളുകളും മോശം ശീലങ്ങൾക്ക് അഡിക്റ്റ് ആകും. ഇതിലൂടെ ഒരു മീനിങ്ലെസ് ലൈഫായിരിക്കും അവർ ജീവിക്കുക. ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതം മുഴുവനായിട്ടും മാറും. കാരണം ഒരു ഗ്രേറ്റ് പർപ്പസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യേണ്ടതായിട്ട് വരില്ല, അത് താനെ കംപ്ലീറ്റ് ആകും. രാവിലെ എണീക്കാൻ നിങ്ങളെ പുഷ് ചെയ്യേണ്ടതായിട്ട് വരില്ല, നിങ്ങൾ നേരത്തെ എണീക്കും. നിങ്ങളെ ഫോഴ്സ് ചെയ്ത് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരില്ല, നിങ്ങൾ താനെ കൺട്രോൾഡ് ആകും. ലൈഫിൽ നിങ്ങൾക്ക് മടി ഉണ്ടായിരിക്കില്ല, ലക്ഷ്യബോധം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ ലൈഫിൽ യാതൊരു പർപ്പസും ഇല്ലെങ്കിൽ അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും നമുക്ക് വലുതായിട്ട് അനുഭവപ്പെടും. എന്നാൽ പർപ്പസ് ഉണ്ടെങ്കിൽ അപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ പോലും നമുക്ക് ചെറുതാകും. നമ്മൾ ടയേർഡ് ആകില്ല, എനർജറ്റിക് ആകും. ഡിസിപ്ലിൻ ഒരു ചോയ്സ് ആയിരിക്കില്ല, അത് കമ്പൾസറി ആയിരിക്കും. ആൻഡ് പ്രോസസ്സ് പെയിൻഫുൾ ആയിട്ടല്ല, സന്തോഷകരമായിട്ട് മാറും. സോ നിങ്ങളിൽ ഒരു ഗ്രേറ്റ് പർപ്പസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ഗ്രേറ്റ് ഹ്യൂമൺ ആയിട്ട് മാറാൻ സാധിക്കും. സോ ഒരു റിട്ടേൺ ഗോൾ നിങ്ങളുടെ ലൈഫിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്താണെന്നാൽ ലോകത്തിലെ വെറും 3% ആളുകളിൽ മാത്രമേ ക്ലിയർ ആയിട്ടുള്ള ഒരു റിട്ടേൺ ഗോൾ ഉള്ളൂ. ആൻഡ് അതിലെ വെറും 1% ആളുകൾ മാത്രമേ അവരുടെ ഗോൾസിനെ ഡെയിലി ട്രാക്ക് ചെയ്യുന്നുള്ളൂ. സോ ഇത് നിങ്ങൾക്കും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ 1% ആളുകളുടെ ഭാഗമാകാൻ സാധിക്കും. നെക്സ്റ്റ്, നിങ്ങൾ എന്തെങ്കിലും ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ബുക്ക് വായിക്കണം. നിങ്ങൾക്കിത് രാവിലെയോ ഈവനിങ്ങിലോ വായിക്കാം. ബട്ട് ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. കാരണം നിങ്ങളൊരു ബുക്ക് സമ്മറി കേൾക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തീർന്നു പോവും. നിങ്ങളുടെ മനസ്സിനെ അത് സ്വാധീനിക്കണം എന്നില്ല. ബട്ട് അത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ഓരോ വരികളുടെയും അർത്ഥം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കും. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ബുക്കിൻ്റെ സമ്മറി കേൾക്കാതിരിക്കുക, ഒരു ഫിസിക്കൽ ബുക്ക് വാങ്ങി അത് വായിക്കുക. നിങ്ങളിത് 3 to 6 മാസം വരെയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 21 ദിവസമെങ്കിലും ഫുള്ളി ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്തിരിക്കണം. നിങ്ങൾ മോങ്ക് മോഡിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ മഹാവീർ ജെയിൻ പറഞ്ഞ ഈ കാര്യം ഓർക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അപ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലും വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നിങ്ങൾക്ക് വലുതായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ വിടേണ്ടതായിട്ട് വരും, ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരുമെന്ന്. ഇതന്നെയാണ് മോങ്സും ചെയ്യുന്നത്. സോ നിങ്ങൾ അടുത്ത 3 to 6 മാസം ഫുള്ളി ഡിസിപ്ലിൻഡ് ആയിട്ട് ഈ റൂട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ലോകത്തിലെ ടോപ്പ് 1% ആളുകളിലെ ഒരാളായിട്ട് മാറും. ആൻഡ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ ലുക്ക് ബെറ്റർ ആകും, ബിക്കോസ് നിങ്ങൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫോക്കസിങ് എബിലിറ്റി വർദ്ധിക്കും. നിങ്ങളൊരു ഡിസിപ്ലിൻഡ് ആൻഡ് ഹൈ വാല്യൂ പേഴ്സൺ ആയിട്ട് മാറും. റിമെമ്പർ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങളും നിങ്ങളുടെ ലൈഫും ഇതിലൂടെ ട്രാൻസ്ഫോം ആകും. ബട്ട് ഇത് കേൾക്കാനും ഇതേപ്പറ്റി ചിന്തിക്കാനും ഈസി ആയിരിക്കും. എന്നാൽ ഇത് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിന് കുറച്ച് ടഫായിരിക്കും. നിങ്ങൾ ഒരു ദിവസം ചെയ്യും, 2 ദിവസം ചെയ്യും. എന്നാൽ അതിനുശേഷവും ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടേറിയതായിരിക്കും. സോ ഈ ഒരു ടൈമിൽ ഈ ഒരു കാര്യം ഓർക്കുക. മാറ്റം സംഭവിക്കുമ്പോൾ അപ്പോൾ ഹാപ്പിനെസ് അല്ല, പെയിൻ ആയിരിക്കും അനുഭവപ്പെടുക. ഇതുകൊണ്ടാണ് ആളുകൾ ഇതിനെ കണ്ട് ഭയപ്പെടുന്നത്. എന്നാൽ മാറ്റം ഒരു പ്രകൃതി നിയമമാണ്. ആൻഡ് സന്തോഷം പ്രകൃതിയുടെ സ്വഭാവമാണ്. ഇതുകൊണ്ടാണ് മാറ്റം സംഭവിക്കുമ്പോൾ എത്ര പെയിൻ അനുഭവപ്പെട്ടാലും അവസാനം സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.